പ്ലസ് ടു മാത്സിന്റെ അടിപൊളി ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ അറിയാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. പക്ഷെ ഇത് നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ ചാപ്റ്ററിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഈ എഴുതി ചെയ്യേണ്ടതാണ്. മീൻസ് ഒത്തിരി സിംപ്ലിഫിക്കേഷൻ അല്ല, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ കൂടെ ആൻസർ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്ക് ഇത് ഇഷ്ടമല്ലാത്തൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനുള്ളിലെ കാര്യങ്ങൾ പലർക്കും മനസ്സിലാവാറില്ല. ഇതിന്റെ ആദ്യത്തേത് റിലേഷൻസും രണ്ടാമത്തേത് ഫംഗ്ഷൻസും ആണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് റിലേഷൻസ് ആണ്. ഈ റീസെന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പൊ ഇതില് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ചെയ്യാനൊക്കെ പറ്റും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇതിനുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം ഒരേ ടൈപ്പ് ആണ് കേട്ടോ. പക്ഷെ ക്വസ്റ്റ്യൻസിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാം ഒരേപോലെയാണ് എഴുതി പോകുന്നത്. പിന്നെ ഫംഗ്ഷൻസ് ആകുമ്പോൾ ഇത്തിരി നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും മനസ്സിലാക്കാൻ. അതിലും ഇത്തിരി ഈസി ഉണ്ട് റിലേഷൻസ്. ഞാനിപ്പോൾ എഴുതുന്നത് റിലേഷനിലെ ഒരു ക്വസ്റ്റൻ ആണ്. ഇതിപ്പോൾ മനസ്സിലാവുന്നുണ്ടോ നോക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് മനസ്സിലാവുന്നെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഒന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് മാത്സിനെ ഒരു ഫുൾ മാർക്കിൽ എത്തിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സും അതിനോടൊപ്പം നിങ്ങൾക്ക് തരുന്ന നോട്ട്സും വെച്ചുകൊണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഈ എളുപ്പത്തിൽ ഓരോ ചാപ്റ്ററും തീർത്തു പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി സമയം കളയും ഒരു ചാപ്റ്റർ തീർന്നു എന്ന് പറയാൻ. കാരണം ഏത് ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അറിയത്തില്ല നിങ്ങൾക്ക്. അത് നമ്മൾ കൃത്യമായിട്ട് തന്ന് എല്ലാം വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സിൽ കൂടിയാണ് എല്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. Check the relation capital R on the set of integers Z. Integersന്റെ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് Z എന്നാണ്. Defined by the relation R is equal to set of all AB such that A minus B is an integer. A minus B is an integer. ചിലപ്പോൾ ഇവിടെ x, y എന്നാണെങ്കിൽ x minus y is an integer. ഓക്കെ, അപ്പൊ എയും ബിയും അല്ലെങ്കിൽ എക്സും വൈയും ഒക്കെയാണ് സാധാരണ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയാ ചെയ്ത് നോക്കണം. അപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇത് റിഫ്ലെക്സീവ് ആണെന്ന് കാണിക്കണം. രണ്ടാമതാരാണ് സിമെട്രിക്, മൂന്നാമത് ട്രാൻസിറ്റ്. അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആണെന്ന് കാണിക്കണം, സിമെട്രിക് ആണെന്ന് കാണിക്കണം, ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കണം, അല്ലെങ്കിൽ ചെക്ക് ചെയ്യണം. ഇക്വലൻസ് റിലേഷൻ. വാട്ട് ഈസ് മെന്റ് ബൈ ആൻ ഇക്വലൻസ് റിലേഷൻ? A relation satisfies all the relationship reflexive, symmetric and transitive is called an equivalence relation. ഒരു റിലേഷൻ മൂന്ന് റിലേഷനും ശരിയാവുകയാണെങ്കിൽ നിനക്ക് മൂന്നിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ ഒരു റിലേഷൻ റിഫ്ലെക്സീവുമാണ്, സിമെട്രിക്കുമാണ്, ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു സിംഗിൾ നെയിമിൽ നമുക്ക് വിളിക്കാം ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് മെന്റ് ബൈ ഇക്വലൻസ് റിലേഷൻ? എ റിലേഷൻ സാറ്റിസ്ഫൈസ് ഓൾ ദ റിലേഷൻഷിപ്പ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ഈസ് കോൾഡ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് പണി അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം റിഫ്ലെക്സീവ് എന്നൊരു ചെറിയ ഹെഡിങ് അങ്ങോട്ട് എഴുതണേ. റിഫ്ലെക്സീവ്. അപ്പൊ റിഫ്ലെക്സീവ് എന്നിങ്ങോട്ട് ഹെഡിങ് എഴുതിയ ശേഷം സ്റ്റാർട്ടിങ്, നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ് വളരെ രസകരമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എവരി ഇങ്ങനെ എ തിരിച്ചങ്ങിട്ടാൽ മതി. എ നമ്മൾ തിരിച്ചിടുന്നത് ഫോർ എവരി ആരെങ്കിലും ഒരാൾ എന്നുള്ളതാണ്. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എ അല്ലയോ? ഫോർ എവരി എ എലമെന്റ് ഓഫ് ഇസഡ്. ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്. ആ ഇസഡ് എന്ന് പറഞ്ഞാൽ അവര് തന്നേക്കുന്ന സെറ്റ് ഏതാണോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓ, ഫോർ എവരി എ എലമെന്റ് ഓഫ് ഇസഡ്. നമ്മളിപ്പോ റിഫ്ലെക്സീവ് ആണേ. ഈ സെന്റൻസ് കണ്ടോ, ഇവനാണ് ഇവിടുത്തെ കീ. ഇവനെ കൊണ്ടാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. ഈ പ്രവണം ഫുള്ള് പോകുന്നത് ഈ സെന്റൻസിന്റെ വഴിയിൽ കൂടെയാണ്. അവിടെ ആ റിലേഷൻഷിപ്പ് എയും ബിയും തമ്മിലുള്ള ബന്ധം എ മൈനസ് ബി കിട്ടുന്ന ഒരു ഇന്റിജർ ആയിരിക്കും. ഇന്റിജർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇസഡ് എന്ന് പറഞ്ഞാൽ ആരെന്ന് എല്ലാവർക്കും അറിയാം. ഇസഡ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര, -1, -2 എക്സെട്ര. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എക്സെട്ര കിടക്കാണേ. ഡെസിമൽ ഒന്നുമില്ല, ഫ്രാക്ഷൻസ് ഇല്ല, ഇന്റിജറുകൾ മാത്രം, നെഗറ്റീവും പോസിറ്റീവും പൂജ്യവും. ഓക്കെ, അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? എ മൈനസ് ബി ഇസ് ആൻ ഇന്റിജർ എന്നാണ്. ഇതൊരു റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി റിഫ്ലെക്സീവ് ശേഷം ഫോർ എവരി എ, ഒരാളെ മാത്രം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും അയാളിലോട്ടുള്ള ബന്ധം. ഒന്നുറക്കട്ടെ, ഒരാളിൽ നിന്നും അയാളിലോട്ടുള്ള ബന്ധം, സെയിം ആളിലോട്ട് തന്നെയുള്ള ബന്ധം ശരിയാവണം. ട്രൂ ആവുമ്പോഴാണ് റിഫ്ലെക്സീവ് ആവുന്നത്. നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ സ്കൂളൊക്കെ കേട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ കൂടുതൽ എന്റെ എക്സ്പ്ലനേഷൻ തരാത്തത്. എന്നാലും ഒന്ന് എളുപ്പം പറയാം. നോക്കിക്കോ, റിഫ്ലെക്സീവ് എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എയിൽ നിന്നും എയിലോട്ട് തന്നെ ഒരു ബന്ധം, റിലേഷൻ ട്രൂ ആവണം. എയിൽ നിന്നും എയിലോട്ട്, ഒരാളിൽ നിന്നും അയാളിലോട്ടുള്ള റിലേഷൻ ട്രൂ ആകുമ്പോഴാണ് റിഫ്ലെക്സീവ് എന്ന്. അപ്പൊ ഈക്വൽ,
ഈക്വൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ അല്ലേ മോനെ? രണ്ടുപേര് തമ്മിൽ ഈക്വൽ ആണോ? അവർ തമ്മിൽ സാലറിയുടെ ആ കാര്യത്തിൽ അല്ലെങ്കിൽ മാർക്കുകളുടെ കാര്യത്തിൽ ഈക്വൽ എന്നുള്ള റിലേഷൻ. അപ്പോൾ ഒരാളുടെ മാർഗ് അയാളുടെ മാർഗോട്ട് തന്നെ ഇപ്പൊ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഒരാൾ ഇപ്പൊ 2 ഈക്വൽ ടു 2 എന്ന് എഴുതിയ തെറ്റാണോ ശരിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ ആണേ. അപ്പൊ ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് അറിയാൻ ഈക്വലിന്റെ ലെഫ്റ്റിലും ഈക്വലിന്റെ റൈറ്റിലും സെയിം നമ്പർ കൊടുത്ത് വായിക്കണം. വേറെ ആളില്ല, ഒരാളിൽ നിന്നും അയാളിലോട്ടാ. ഇപ്പൊ 2ൽ നിന്ന് 2ലോട്ടെന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ടു 2. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ നിങ്ങൾ പറയും കറക്റ്റ് 2 ഈക്വൽ ടു 2 അല്ലേ ഉള്ളൂ, അല്ലെ 2 ഈക്വൽ 3 ആണോ? 2 വേറെ നമ്പറോട്ട് ഈക്വൽ ആവുന്നില്ലല്ലോ. അപ്പൊ 2 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് എന്താണ് അവനെ റിഫ്ലെക്സീവ് ആവുന്ന വെച്ചാൽ ആ റിലേഷൻ ശരിയാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. കാരണം ഈക്വലിന്റെ അപ്പുറം ഇപ്പുറം സെയിം നമ്പറോട് വായിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു മീനിങ് ആണ് തരുന്നത്. നെക്സ്റ്റ് സിമെട്രിക്. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്നും ബിയിലോട്ട് ഒരു ബന്ധം ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, എയ്ക്ക് ബിയോട് ഒരു ബന്ധമുണ്ട്, എയ്ക്ക് ബിയോട് ഒരു ബന്ധമുണ്ട്. എന്തുവാന്ന് അറിയില്ല, എന്തോ ഒരു ബന്ധമുണ്ട്. അതേ ബന്ധം ബിക്ക് എയിലോട്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആൻ സിമെട്രിക് റിലേഷൻ കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് എ സിമെട്രിക് റിലേഷൻ. അതാണ് നമ്മൾ എന്ത് സിമെട്രിക്. ഇപ്പൊ എയ്ക്ക് ബിയോട് ഭയങ്കര ഇഷ്ടമാണ്, ആത്മാർത്ഥമായിട്ട് എ ബിയെ ഇഷ്ടപ്പെടുന്നു. തിരിച്ച് അതേ ഇഷ്ടം ബിക്കും എയിലോട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. ഉണ്ടെങ്കിൽ അതെന്താണ് സിമെട്രിക്. ഇങ്ങോട്ടില്ല, അത് സിമെട്രിക് അല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇഷ്ടമുണ്ട്, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇഷ്ടമല്ല. ഓക്കെ, ഇപ്പൊ രാജുവിന്റെ അച്ഛനാണ് മോഹൻ. രാജു ഈസ് ഫാദർ ഓഫ് കേട്ടോ. രാജു എങ്ങനെ ഞാൻ എഴുതി നോക്കാം. രാജു ഈസ് ഫാദർ ഓഫ് എന്ന് പറയുന്നതാണ് ഈസ് ഫാദർ ഓഫ് മോഹൻ. രാജു ഈസ് ഫാദർ ഓഫ് മോഹൻ. രാജു എന്ന് പറഞ്ഞാൽ മോഹന്റെ ഫാദർ ആണ്. ഓക്കെ, സംഭവിക്കാം. രാജു എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് മോഹൻ. അങ്ങനെയാണെങ്കിൽ തിരിച്ചും എന്ന് പറഞ്ഞാൽ അപ്പം രാജു ഈസ് ഫാദർ ഓഫ് മോഹൻ എന്ന് പറഞ്ഞാൽ മോഹൻ രാജുവിനെ എന്താ വിളിക്കുന്നത്? മോഹൻ രാജുവിനെ വിളിക്കുന്നത് അച്ഛ എന്നായിരിക്കുമല്ലോ. രാജു ഈസ് ഫാദർ ഓഫ് മോഹൻ. അപ്പൊ മോഹൻ രാജുവിനെ വിളിക്കുന്നത് അച്ഛ എന്നാ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചെഴുതിയാൽ ശരിയാവും മോനെ. മോഹൻ ഈസ് ഫാദർ ഓഫ് രാജു എന്ന് പറഞ്ഞാൽ ശരിയാണ് മോനെ. അപ്പൊ തിരിച്ച് മോഹനും രാജുവും മോഹനെ വിളിക്കുന്നത് അച്ഛ എന്നായിരിക്കുമോ? രാജു ഈസ് ഫാദർ ഓഫ് മോഹൻ എന്ന് പറഞ്ഞാൽ രാജു അച്ഛൻ, മോഹൻ മകൻ. അപ്പം മോഹൻ വിളിക്കുന്നത് രാജുവിനെ എന്താണ്? അച്ഛൻ എന്നാ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമുക്ക് മോഹൻ ഈസ് ഫാദർ ഓഫ് രാജു എന്ന് പറഞ്ഞാൽ ശരിയാണോ? തെറ്റല്ലേ? അപ്പൊ തിരിച്ചു പറഞ്ഞാൽ ശരിയാവുന്നില്ല എന്നർത്ഥം. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് ഓക്കെ, പക്ഷെ തിരിച്ചു പറയുമ്പോൾ എന്താവുന്നില്ല, തെറ്റാവുന്നു എന്ന് പറഞ്ഞാൽ മോഹൻ ഈസ് ഫാദർ ഓഫ് രാജു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായി? മോഹനായി അച്ഛൻ, രാജു എന്തായിട്ട് മാറി? മോഹനായിട്ട് മാറി. അതൊരിക്കലും സംഭവിക്കില്ല. അപ്പൊ തിരിച്ചു പറയുമ്പോൾ തെറ്റായിട്ടുള്ളൊരു മീനിങ് വരുന്നത്. അതുകൊണ്ട് അത് ശരിയല്ല. ലെസ് ദാൻ എന്ന് പറഞ്ഞ റിലേഷൻ നമുക്ക് സിമെട്രിക് ആണോ എന്നറിയാൻ ഇപ്പൊ 2 ലെസ് ദാൻ 5 നമ്മൾ അസ്യൂം ചെയ്യുന്നത് ശരിയായിട്ടുള്ളത് വേണം. 2 ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഓക്കെ ശരിയാ, 2 എന്ന് പറഞ്ഞാൽ 5-നേക്കാൾ ചെറുതാടാ. ഓക്കെ, ഞാൻ സംഭവിച്ചു. അങ്ങനെ തിരിച്ചെഴുതിയാലും ശരിയായിരിക്കും എന്ന് പറഞ്ഞാൽ നോക്കാം. തിരിച്ചെഴുതാന്ന് പറഞ്ഞാൽ 2ന്റെ സ്ഥാനത്ത് 5 എഴുതി, 5ന്റെ സ്ഥാനത്ത് 2 എഴുതി കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. തിരിച്ചെഴുതിയാൽ അത് ശരിയാവുന്നില്ല. ശരിയല്ലേ ഇവനെ? അപ്പൊ 2 5-നേക്കാളും കുറവാണ്, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ 2ന്റെ സ്ഥാനത്ത് 5ഉം 5 സ്ഥാനത്ത് 2 എഴുതിയ ശേഷം വായിച്ചാൽ അത് തെറ്റാ. അപ്പോൾ ആ റിലേഷൻഷിപ്പിന്റെ അപ്പുറം ഇപ്പുറം ആ എലിമെന്റ്സുകളെ തിരിച്ചും മറിച്ചും കൊടുത്താലും ശരിയാവുമ്പോഴേ സിമെട്രിക് ആകത്തുള്ളൂ. പക്ഷെ ഈക്വലിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല. ഈക്വലിന്റെ കാര്യത്തിൽ എ ഈക്വൽ ടു ബി ആണെങ്കിൽ ബി ഈക്വൽ എത്ര ആയിരിക്കും മോനെ? എ ആയിരിക്കും. നോക്കിക്കേ, എയുടെ മാർക്ക് അല്ലെങ്കിൽ എയുടെ ശമ്പളം ബിയുടെ ശമ്പളവുമായിട്ട് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. എക്ക് ശമ്പളം കിട്ടി 5000 രൂപ, ബിക്ക് ശമ്പളം കിട്ടി 5000 രൂപ. അപ്പൊ നമ്മുടെ എ പറയും എടാ എയുടെ ശമ്പളം തന്നെയാടാ, എന്റെ ശമ്പളം തന്നെയാടാ നിനക്കും. അങ്ങനെയാണെങ്കിൽ ബിയും പറയും എന്റെ ശമ്പളം തന്നെയാണ് നിനക്കും. തിരിച്ചും ബി പറയുക ബിയുടെ ശമ്പളം തന്നെയാണെന്ന് എക്കും. കറക്റ്റ് അല്ലേ അവനെ? വ്യത്യാസമില്ലല്ലോ. എക്ക് 5000 കിട്ടി, ബിക്ക് 5000 കിട്ടിയാൽ രണ്ടുപേരുടെ ശമ്പളം ഈക്വൽ. അപ്പൊ എക്ക് പറയാം ബിയുടെ ശമ്പളം ഈക്വൽ ആണ്, ബിക്ക് പറയാം എയുടെ ശമ്പളം ഈക്വൽ. അപ്പൊ തിരിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല. ഈക്വൽ ടു എന്ന് പറഞ്ഞ റിലേഷൻ സിമെട്രിക് ആണ്. ഓക്കെ, പക്ഷെ ലെസ് ദാൻ എന്ന് പറഞ്ഞ റിലേഷൻ സിമെട്രിക് അല്ല. ഓക്കെ, ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ എക്ക് ബിയോട് ഒരു ബന്ധമുണ്ട്. ഓക്കെ, അസ്യൂം ചെയ്തു കേട്ടോ. എക്ക് ഒരു ബിയോട് ഒരു റിലേഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. ആ ബിക്ക് സിയോട് ഒരു റിലേഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ എങ്ങനെയൊക്കെയാ? 3 പേരാ, എ ബി സി. എ ബി സി. എക്ക് ബിയോട് ബന്ധമുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ. ബിക്ക് അതേ ബന്ധം സിയോടും ഉണ്ട്, അതും അസ്യൂം ചെയ്തു. അപ്പോൾ എക്ക് ബിയോട് ബിക്ക് സിയോട് റിലേഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്തു.
അങ്ങനെയാണെങ്കിൽ എക്ക് സിയോട് അതേ റിലേഷൻ പറ്റുന്നെങ്കിൽ ശരിയാവുന്നെങ്കിൽ ആ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ് കേട്ടോ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാണ്. ഈക്വൽ ടു ഒന്ന് പറഞ്ഞു നോക്കാം. നോക്കിയവനെ, അപ്പോൾ എ നിന്ന് സിയിലോട്ടുള്ള റിലേഷൻ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ചെക്ക് ചെയ്യുമ്പോൾ ശരിയാവുന്നെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്, ശരിയാവുന്നില്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. അത്രേ ഉള്ളൂ. നോക്കാം. നോക്കിയേ, ഞാന് എയുടെ സാലറി ബിയുടെ സാലറിയായിട്ട് ഈക്വലാന്ന് കരുതുക. എയുടെ സാലറി ബിയുടെ സാലറിയായിട്ട് ഈക്വലാണ്. നമുക്ക് സംഭവിക്കാം, ഒരു കമ്പനിയിൽ എക്ക് 10,000 കിട്ടി, ബിയെ വിളിച്ച് നോക്കിയപ്പോൾ ബിക്കും 10,000. അപ്പൊ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? എയുടെ സാലറി തന്നെയാണ് ബിയും വാങ്ങുന്നത്. ഈ ബി വേറെ ആളെ കണ്ടുപിടി സി. അപ്പൊ ബി ചോദിച്ചു സിയുടെ എന്താണ് നിനക്ക് സാലറി? അവനും പറഞ്ഞു 10,000. അപ്പൊ എന്താ പറയുന്നത്? ബിയുടെ സാലറി തന്നെ സിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്താ പറയുന്നത്? എടാ, എന്റെ സാലറി തന്നെയാണ് നിനക്ക്. എയുടെ സാലറിക്ക് സിയുടെ സാലറിയോട്ട് എന്തായിരിക്കും? ഈക്വല്. 3 പേർക്കും 10,000 വെച്ചാ ഇതെല്ലാം 10,000. അപ്പൊ എയുടെ സാലറിയും ബിയുടെ സാലറി ഈക്വൽ ആണെങ്കിൽ, അതുപോലെ ബിയുടെ സാലറി സിയുടെ സാലറിയോട്ട് ഈക്വൽ ആണെങ്കിൽ എയുടെയും സിയുടെ സാലറി തമ്മിലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ട്രാൻസിറ്റീവ് ആയി. ഇങ്ങനെയാണ് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എവരി എ എലമെന്റ് ഓഫ് ഇസഡ്. നമ്മൾ ആദ്യം റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവിന് വേണ്ടി ഒരാളെ മാത്രം എടുത്തിട്ട് ഈ സെന്റൻസിനുള്ളിലെ ബി എയും കൂടെ എ ആക്കി വായിക്കണം. ദാറ്റ് മീൻസ് എ മൈനസ് എ. നമുക്ക് എന്ത് കിട്ടണം? ഇന്റിജർ കിട്ടണം. അപ്പോഴാ ശരിയാകത്തുള്ളൂ. ഇന്റിജർ എ മൈനസ് എന്ന് കണ്ടാൽ ആരും വെച്ചോണ്ടിരിക്കുന്നില്ല, അത് 0 എഴുതും. ഒരാളിൽ നിന്നും അയാളെ തന്നെ കുറയ്ക്കുമ്പോൾ 0 അല്ല. 2 - 2, 3 - 3, 5 - 5 എല്ലാം 0. അപ്പൊ എ മൈനസ് 0. നമുക്ക് എന്ത് കിട്ടണം? ഇന്റിജർ. നമുക്ക് കിട്ടിയത് എത്ര? 0. 0 ഇന്റിജർ ആണെന്ന് എല്ലാവർക്കും അറിയാം. കണ്ടോ, ഇന്ത്യനുള്ളിൽ ആരുണ്ട് മോനെ? 0 ഉണ്ട്. അപ്പൊ 0 നമുക്ക് ഇന്റിജർ കിട്ടണം. ഒരാളിൽ നിന്നും അയാളെ കുറച്ചാൽ നമുക്ക് പോയിന്റ് വരുമോ മോനെ? 2ൽ നിന്നും 2 കുറച്ചാൽ 0 എന്നെ വരത്തുള്ളൂ. അല്ല 1.7 എന്ന് വരത്തില്ലല്ലോ. അപ്പൊ ഒരാളിൽ നിന്നും അയാളെ തന്നെ എപ്പോ കുറച്ചാലും 0 കിട്ടത്തുള്ളൂ. 0 എന്നാൽ നമുക്ക് എന്താവണം? ഇന്റിജർ ആണ്. ഇന്റിജർ കിട്ടുമെന്നാ നമുക്ക് കിട്ടിയത് 0. 0 ഇന്റിജർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ a - a = 0 ഈസ് ആൻ ഇന്റിജർ. ഓക്കെ, ഈസ് ട്രൂ. അത് ശരിയാണ്. Therefore ordered pair a element of R, therefore R is reflexive. ഇങ്ങനെയാണ് റിഫ്ലെക്സിവിറ്റി ചെക്ക് ചെയ്യുന്നത് കേട്ടോ. റിഫ്ലെക്സീവ്, ഇങ്ങനെയാണ് റിഫ്ലെക്സീവ് എന്നുള്ള റിലേഷൻ ശരിയാക്കുന്ന മെത്തേഡ്. അപ്പൊ റിഫ്ലെക്സീവ് ആയി. അപ്പോൾ ഒന്നാമത്തേത് ഓക്കെ. രണ്ടാമത്തേത് സിമെട്രിക്. സിമെട്രിക്കിന് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് എന്ന് കേട്ടോണേ. 2 പേര് എടുക്കണം. ഫോർ എവരി a, b element of z. ഓക്കെ, സ്റ്റാർട്ടിങ്. ഇവിടെ ഒരാള്, ഇവിടെ 2 പേര്. എന്നിട്ട് തുടക്കം ഓർഡേർഡ് പെയർ നിന്നുമാണ് തുടങ്ങുന്നത്. ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ്. ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്. ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് പറയാൻ എയിൽ നിന്നും ബിയിലോട്ട് ഈ ബന്ധം ഉണ്ട് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് ബന്ധം ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്ന ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതണം. ദാറ്റ് മീൻസ് a - b ഈസ് ആൻ ഇന്റിജർ. അതാണ് നമ്മുടെ റിലേഷൻ. അങ്ങനെയാണെങ്കിൽ ഇംപ്ലൈസ് ഇട്ടിട്ട് എയുടെ സ്ഥാനത്ത് ബി ആക്കണം, ബിയുടെ സ്ഥാനത്ത് എ ആക്കിയിട്ട് വായിക്കുമ്പോൾ ശരിയാവുന്നുണ്ടോ എന്ന് നോക്കണം. a - b ഈസ് ആൻ ഇന്റിജർ. അങ്ങനെയാണെങ്കിൽ b - a ഈസ് ആൻ ഇന്റിജർ എന്ന് പറഞ്ഞാൽ തെറ്റാണോ ശരിയാണോ? a - b ഇന്റിജർ ആണെങ്കിൽ ഉറപ്പായിട്ടും b - a എന്തായിരിക്കും മോനെ? ഇന്റിജർ ആയിരിക്കും. നോക്കിക്കേ, 5 - 3 2 ഇന്റിജർ അല്ലേ മോനെ? അങ്ങനെ തിരിച്ചൊന്ന് മൈനസ് ചെയ്തേ. 3 - 5 -2 ഈസ് ഓൾസോ ആൻ ഇന്റിജർ. ഇവിടുന്ന് a - b കുറയ്ക്കുമ്പോൾ ഇന്റിജർ ആണെങ്കിൽ തിരിച്ചു കുറച്ചാലും ഉറപ്പായിട്ട് ഇന്റിജർ ആയിരിക്കും. നെഗറ്റീവ് വരുന്നുള്ളൂ, അതും ഇന്റിജർ തന്നെയാണ്. ഓക്കെ, അപ്പൊ b - a ഈസ് ആൻ ഇന്റിജർ ഈസ് ട്രൂ. അതെന്താണ് മോനെ? ട്രൂ ആണ്, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ട്രൂ ആണെങ്കിൽ നമുക്ക് പറയാം therefore ordered pair be a element of R, therefore R is ആരായി? symmetric. That's all, symmetric. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ എഴുതി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക, മാർക്ക് കഴിഞ്ഞ് വീണോളും. ഓക്കെ, അവൾ എ ബിയിൽ തുടങ്ങി ബി എയിൽ തീർന്നു. എയിൽ നിന്ന് ബിയിലോട്ട് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് ബിയിൽ നിന്ന് എയിലോട്ട് ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് റിലേഷൻ തുടങ്ങുന്നത് എങ്ങനെയാന്ന് കേട്ടോണവനെ? ഫോർ എവരി a, b, c എലമെന്റ് ഓഫ് z. ഓക്കെ, 3 പേര് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എടുത്തു എന്നർത്ഥം. എന്നിട്ട് 2 ഓർഡേർഡ് പെയർ എഴുതണം. ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ, ഓർഡേർഡ് പെയർ ബി സി എലമെന്റ് ഓഫ് ആർ എന്ന് നിങ്ങൾ 2 ഓർഡേർഡ് പെയർ എയിൽ നിന്ന് ബിയിലോട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു, ബിയിൽ നിന്ന് സിയിലോട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു, എയിൽ നിന്ന് സിയിലോട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഓർഡേർഡ് പെയർ എ ബി എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി എഴുതാം. എന്താണ്?
a minus b is an integer. BC element of R എന്ന് പറഞ്ഞാൽ b minus c is an integer. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് അസംഷൻസുകളാണ്, എ ടു ബിയും ബി ടു സിയും. എ ടു സി പ്രൂവ് ചെയ്യണം. എ ടു ബി അസംഷൻ, ബി ടു സി അസംഷൻ, എ ടു സി പ്രൂവ് ചെയ്യണം. ഇപ്പൊ എ മൈനസ് ബി ഇന്റിജർ ആണ്, ബി മൈനസ് സി ഇന്റിജർ ആണെങ്കിൽ എ മൈനസ് സിയും ഇന്റിജർ ആകും എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇപ്പൊ എ മൈനസ് ബി ഇസ് ഇന്റിജർ, ബി മൈനസ് ഇന്റിജർ, therefore a minus c is an integer എന്ന് എഴുതിയാലും ഓക്കെ ആണ്. ഈസ് ട്രൂ, അത് ശരിയാണ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. ഞാൻ ഇച്ചിരൂടെ നല്ലതാക്കി ഒന്ന് കൊഴിപ്പിച്ചൊന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. മോനെ 10, 7, 2 ഈ മൂന്ന് നമ്പറുകൾ ഞാൻ ഇസഡിൽ നിന്ന് എടുക്കുന്നു. അപ്പൊ ഇത് എ, ഇത് ബി, ഇത് സി. നമുക്ക് നോക്കാം മോനെ. 10 minus 7 equal to 3 ഇന്റിജർ അല്ലേ മോനെ? 7 minus 2 equal to 5 ഇന്റിജർ ആണല്ലോ. ആണെങ്കിൽ ഫസ്റ്റ് ലാസ്റ്റ് അങ്ങനെയാണെങ്കിൽ 10 minus 2 അത് എന്താണ്? 8, മറ്റൊരു ഇന്റിജറാ. ശരിയല്ലേ മോനെ? അപ്പോൾ എ മൈനസ് ബി ഇന്റിജർ, ബി മൈനസ് സി ഇന്റിജർ ആണെങ്കിൽ എ മൈനസ് സി കൂടെ നമുക്ക് കിട്ടുന്ന ഒരു മറ്റൊരു ഇന്റിജറാണ്. ഈസ് ട്രൂ. ഓക്കെ, അപ്പൊ എ മൈനസ് സി ഇന്റിജർ ഈസ് ട്രൂ. അപ്പൊ ഇതിനെ ഞാൻ ഇച്ചിരി നല്ലതാക്കി. എ മൈനസ് സി കുഴപ്പമൊന്നുമില്ല, മാർക്ക് കിട്ടും. ഞാൻ ഇച്ചിരി നല്ലതാക്കി എഴുതാം കേട്ടോ. എ മൈനസ് ബി ഇന്റിജറാ, ബി മൈനസ് സി എന്താണ്? ഇന്റിജർ. നമുക്ക് എന്താ കിട്ടുന്നത്? എ മൈനസ് സി ഇന്റിജർ ആവും. അതിനുവേണ്ടി ഇത്തിരി നല്ല രീതിയിൽ എഴുതാം. therefore a minus b plus b minus c is also an integer. And ഈ സ്റ്റെപ്പ് എഴുതിയ ടീച്ചർമാരൊക്കെ സല്യൂട്ട് അടിക്കും. ഓക്കെ, വെരി ഗുഡ് എന്ന്. എ മൈനസ് ബി ഇന്റിജർ ആണല്ലോ, ബി മൈനസ് സി എന്താണ്? ഇന്റിജറാ. ആണെങ്കിൽ അതിന്റെ രണ്ടിന്റെ സമ്മ് എന്തായിരിക്കും? ഇന്റിജർ ആയിരിക്കും. സം ഓഫ് ടു ഇന്റിജേഴ്സ് ഈസ് ഓൾസോ ആൻ ഇന്റിജർ. ഓക്കെ, എ മൈനസ് ബി ഇന്റിജർ, ബി മൈനസ് സി ഇന്റിജർ, രണ്ട് ഇന്റിജറുകളുടെ സമ്മ് ഇന്റിജർ ആയിരിക്കും. ഇപ്പൊ നോക്കിക്കേ, 7 ഒരു ഇന്റിജറാ, 5 മറ്റൊരു ഇന്റിജറാ. 7 plus 5 12 ഈസ് ഓൾസോ ആൻ ഇന്റിജർ. ആ കൺസെപ്റ്റ് യൂസ് ചെയ്തു കേട്ടോ. എ മൈനസ് ബി ഇന്റിജർ, ബി മൈനസ് ഇന്റിജർ ആണെങ്കിൽ അതിന്റെ സമ്മായ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈസ് ഓൾസോ ആൻ ഇന്റിജർ. അവിടെ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്താ മോനെ കിട്ടുന്നത്? എ മൈനസ് സി ഈസ് ആൻ ഇന്റിജർ. ഉണ്ടോ? ചെയ്ത് കിട്ടുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. പക്ഷെ നേരിട്ട് എ മൈനസ് സി ഈസ് ഇന്റിജർ എന്ന് പറഞ്ഞാൽ മാർക്ക് തരും. പക്ഷെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ എ മൈനസ് സി ഈസ് ആൻ ഇന്റിജർ ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ AC എലമെന്റ് ഓഫ് R. therefore R is ആരായി? ട്രാൻസിറ്റീവ്. അപ്പോൾ റിഫ്ലെക്സീവ് ആയി, സിമെട്രിക് ആയി, ട്രാൻസിറ്റീവ് ആയി, എല്ലാം ശരിയായി. അങ്ങനെയാണെങ്കിൽ അവൻ ആരായിരിക്കും മോനെ? ഈക്വലൻസ് റിലേഷൻ ആയിരിക്കും. ഓക്കെ, വേറെ ഒന്നും ചെയ്യേണ്ട. ഈക്വലൻസിന് വേണ്ടി ഈ മൂന്ന് റിലേഷനും ശരിയാക്കി ചെയ്ത് കാണിച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് ആൻ ഈക്വലൻസ് റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെപ്സുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വേണം ചെയ്തു പോകാൻ. എല്ലാ ക്വസ്റ്റ്യനും ഇതേപോലെ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷെ നമുക്ക് ഇന്ന് മീനിങ് ഒക്കെ ഒന്ന് പഠിച്ചു വരാനുള്ള ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇതിനകത്ത് രാജാവായിക്കോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്രോബ്ലത്തോട് നിർത്തുകയാണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ക്ലാസ് കാര്യങ്ങൾ ഒക്കെ മനസ്സിലായെങ്കിൽ മക്കളെ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.